ഒരു നെഗറ്റീവ് പറയരുത്. ഞാൻ രക്ഷപ്പെടില്ല എന്ന് ഞാൻ എന്നോട് പറയരുത്. എൻ്റെ വീട് ഒരു മുടിഞ്ഞ വീടാണ് എന്ന് പറയരുത്. എൻ്റെ വീട് ഒരു ശപിക്കപ്പെട്ട വീടാണ്, എൻ്റെ ജീവിത പങ്കാളി കൊള്ളാത്തൊരു മനുഷ്യനാണ്, ഇതൊന്നും പറയരുത്. എൻ്റെ വീട് രക്ഷിക്കപ്പെടും, എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും. ഇന്നത്തെ സഹനങ്ങൾ മാറും, ഇന്നത്തെ പ്രതിസന്ധികൾ മാറും, ഈ രോഗം സൗഖ്യമാകും, എൻ്റെ പ്രയാസങ്ങൾ മാറും, എനിക്ക് നല്ല വീടുണ്ടാകും, എനിക്ക് നല്ലൊരു ആത്മീയ ജീവിതം ഉണ്ടാകും. അത് വിശ്വസിക്കാതെ യാഥാർത്ഥ്യമാകും. കാരണം യേശു രക്തസ്രാവക്കാരി സ്ത്രീയോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. എന്താ വിശ്വസിക്കുന്നത് എന്നുള്ളത് അത്ര പ്രധാനമുള്ളതാണ്. അപ്പുറത്തെ ഒരു കൗൺസിലർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര ബന്ധനമാണ്. ആ ബന്ധനമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്നും ആ ബന്ധനത്തിൽ കിടക്കും, എന്നും ആ ബന്ധനത്തിൽ കിടക്കും. എന്നിട്ട് നിങ്ങൾ തന്നെ പറയും, എന്തു ബന്ധനമാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്ന്. എപ്പോഴും ബന്ധനം ബന്ധനം എന്ന് പറഞ്ഞാൽ ബന്ധനം 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 തന്നെ പാരിൽ അങ്ങനെ തന്നെ ഇരിക്കും. എപ്പോഴും ബന്ധനമല്ല, എപ്പോഴും പറ ദൈവം എന്നെ അനുഗ്രഹിക്കും. അപ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ വാക്കു പറയുമ്പോൾ ഏത് ചെങ്ങലകളുടെ ആദ്യത്തെ കണ്ണി പൊട്ടും, അത് പൊട്ടി, അതിന്റെ ബലം ക്ഷയിച്ചു. കാരണം നിങ്ങൾ വിശ്വാസമാ പറയുന്നേ, ദൈവത്തിലുള്ള വിശ്വാസം. അത് പറയണം. കാറെ കയറുമ്പം, വണ്ടി സ്റ്റാർട്ടാക്കി പോകുമ്പോൾ ദൈവം അനുഗ്രഹിക്കും, ദൈവം സഹായിക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ബൈബിളിലെ യേശു പറഞ്ഞിട്ടുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. നിന്റെ ഈ ഒരു വിശ്വാസം നിന്നെ രക്ഷിക്കും. ഒരാളിങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരൊക്കെ പെട്ടെന്ന് രോഗിയാകുന്ന ഒരു അവസ്ഥയുണ്ട്, ഞാനും രോഗിയാകും. അയാൾ രോഗിയായി. കാരണം അല്ലാത്ത സമയത്തും അയാൾ വിശ്വസിച്ചുകൊണ്ട് രോഗമാകും എന്നാണ്. അയാൾ വിശ്വസിച്ച് അയാളുടെ കൂടെ വന്നു. ഇന്നലെ വരെയുള്ള സമയത്ത് രോഗമാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം, എനിക്കൊരു രോഗവും വരാൻ ദൈവം സമ്മതിക്കുകയില്ല. എന്റെ ഇടതുവശത്ത് 1000-ങ്ങളും വലതുവശത്ത് 10,000-ങ്ങളും വീണേക്കാം, എങ്കിലും നിനക്ക് ഒരു കുറവും ഒരു അനർത്ഥവും വരികയില്ല. ഇത് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ വിശ്വാസം എന്റെ അനുഭവമാണ്, അതെന്റെ സാക്ഷ്യമായി മാറും. ഞാൻ നിങ്ങളോട് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരിക. നല്ലത് വിശ്വസിക്കണം, നല്ലത് വിശ്വസിക്കണം. ബൈബിൾ പറഞ്ഞതനുസരിച്ച് വിശ്വസിക്കണം. വിശ്വസിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരും. അത് എത്ര പ്രാവശ്യം പറയണമെന്ന് എനിക്ക് അറിയത്തില്ല, അത്രയും പ്രാവശ്യം പറഞ്ഞോണം. ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാനിത് പണ്ട് പറയുമായിരുന്നു, എനിക്ക് എന്നെ പോലും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ എന്നോട് അതൊരാൾ പറഞ്ഞു. ഞാൻ കണ്ണാടി നോക്കിയിട്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന്. ഞാൻ എന്നോടൊരാൾ ചോദിച്ചു, നിനക്ക് പോലും നിന്നെ ഇഷ്ടമില്ലേ? ആദ്യം നീ നിന്നെ സ്നേഹിക്ക്. പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വ്യക്തി മറുപടി നൽകി, നീ പോലും ഇഷ്ടപ്പെടാത്ത നിന്നെ ദൈവം ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം നീ മറക്കരുത്. പിന്നീട് ഞാൻ നല്ല വിശ്വാസം പറയാൻ തുടങ്ങി.